ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അശ്വതേ, എന്തിനാ വിളിച്ചത്? ദേവേട്ട, അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ പുറത്തെവിടെയെങ്കിലും കാണും, താൻ പുറത്തൊന്ന് നോക്കുക. അമ്മേ, എനിക്കാണെങ്കി അനുജത്തി ഇല്ല, അപ്പൊ പിന്നെ എനിക്കും തിരിച്ചു തോന്നണ്ടേ? ഒരുങ്ങിക്കഴിഞ്ഞപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ട്. ദാ കണ്ണാടി നോക്കിക്കേ. കുറവ് വല്ലതുണ്ടോ? കുറവുണ്ട്. ഞാനാ കുറവ്. ദേ, ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, അവൾ അടി വെച്ചിരിങ്ങാൻ. അമ്മേ, മോളെ നോക്ക് എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട്. ഞാൻ കരുതിയത് ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് ഇതൊന്നും ഒരുക്കാൻ വശം ഉണ്ടാവില്ലെന്ന്. ചേച്ചിയുടെ കാര്യം പറയാതിരിക്കാ ഭേദം. മോഡേൺ ആവണമെന്ന് വെച്ചാ അതിനപ്പുറത്തേക്ക് ആരുമില്ല. നാടൻ ആവണമെന്ന് വെച്ചാലും അതിനും ആരുടെയും പറകിലാവില്ല. താങ്ക് യു. എന്നെ കുറിച്ച് ഇത്രയ്ക്ക് നല്ലൊരു അഭിപ്രായം ആദ്യമായിട്ട് ഒരാള് പറയണേ. എന്റെ അമ്മ ഒന്നുമില്ല. അമ്മ കാര്യം പറ. ഇത്രയും നാളും വഴക്കും പിണക്കവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ അടുത്തുണ്ട് എന്നൊരു തോന്നല് വല്ലാത്തൊരു ധൈര്യമായിരുന്നു അച്ഛനും എനിക്കും. ഇനിയിപ്പോ അതെ അതെ, രാധിക ഇപ്പൊ നല്ല കണ്ടീഷനിലാ നിൽക്കുന്നത്. ഇങ്ങനത്തെ സംസാരം ഒരു 10 സെക്കൻഡ് കൂടി മുന്നോട്ട് പോയാ ഇവള് കരഞ്ഞ കുളമാക്കി കിട്ടും. അത് കാണണോ അമ്മയ്ക്ക്? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വരണ്ട കൂടെയല്ലേ. എനിക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. അച്ഛനും അമ്മയും കാണാനും പറ്റും. പ്രിയ പോയതിന്റെ നഷ്ടം എനിക്കറിയാം. ആ നഷ്ടവും കൂടി തീർത്തേ ഞാൻ പെരുമാറും. എന്നെ ജീവിപ്പിച്ചവർക്ക് എന്റെ ജീവിതം ഞാൻ തരേണ്ടതല്ലേ. ഇത് പാരാ തുടങ്ങി വെച്ചത്? യശോദേ, നീയാണോ? ആരാ തുടങ്ങി വെച്ചത് ചോദിച്ചാ അമ്മ തന്നെയാ. പക്ഷേ മോള് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അതെ, ഒരുപാട് വിഷമങ്ങൾക്കിടയിലാ നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. അത് നമ്മുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് സങ്കടം വരുന്ന ഒരു വാക്കും ആരും സംസാരിക്കാതിരിക്കുക. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മോളുടെ ആഗ്രഹം സാധിച്ചു തരുന്ന അച്ഛനമ്മമാരാ. അതിന്റെ സംതൃപ്തിയിലാ ഞങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നു. യശോദേ, അമ്മ എവിടെ? അമ്മ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചുമില്ല. മോളെ ഒരുക്കുന്നത് കണ്ടാ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അല്പം നിർബന്ധിച്ചിട്ടാണെങ്കിലും അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് ശരിയല്ല. താൻ ചെന്ന് അമ്മയെ വിളിച്ചേ. മുത്തശ്ശി വരുന്നത് കണ്ട് മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നടത്തണം എന്ന് അച്ഛൻ തീരുമാനിച്ച കാര്യ അത് അച്ഛൻ നടത്തിയിരിക്കും. ദേവേട്ടാ, 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 ഒന്ന് വന്നേ. എന്താ അശ്വതേ, എന്തിനാ വിളിച്ചത്? ദേവേട്ടാ, അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ പുറത്തെവിടെയെങ്കിലും കാണും, താൻ പുറത്തൊന്ന് നോക്കുക. അമ്മേ,
എന്താ അച്ഛാ? മുത്തശ്ശിയെ മുടയെ കാണുന്നില്ല. വാ നോക്കാം. അമ്മേ, 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 അമ്മേ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, മുത്തശ്ശി. അമ്മേ, അമ്മേ. ശ്ശോ, ഇത് ഇവിടെ പോയി കിടക്കാം. അമ്മേ, അമ്മേ. അമ്മേ, മോളെ, അമ്മേ കണ്ടോ? അവിടെ എങ്ങും ഇല്ല. വാ, വാ. ദേവേട്ടാ, ഇവിടെ എങ്ങും ഇല്ല. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. വിവാഹം മുടക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പുറപ്പെട്ടു പോയതാണോ? ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. യശോദേ, താൻ ആ ഫോണിങ്ങെടുത്ത് ഒന്ന് വിളിച്ചു നോക്കാം. എല്ലാം അവസാനിച്ചെന്ന് കരുതുമ്പോ പുതിയത് ഓരോന്ന് ആരംഭിക്കുക.